വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോഴ്സാണോ MBBS അബ്രോഡ്? പക്ഷെ വിദേശത്തേക്ക് എന്തുകൊണ്ട് MBBS പഠിക്കാൻ ആളുകൾ പോകുന്നു എന്നുള്ളതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. അപ്പോൾ തിരിച്ചു വന്നാലുള്ളൊരു സിനാറിയോ എങ്ങനെയാണ് ഫോർ ഫർദർ സ്റ്റഡീസ്? അവരൊരു ഒബ്സർവർഷിപ്പ് ചെയ്യണം, അത് മസ്റ്റാണ്. ലൈക്ക് നമസ്കാരം, എഡ്യു വേൾഡിൻ്റെ സ്റ്റഡി അബ്രോഡ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരു മെഡിക്കൽ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരുപാട് പേരുടെ ഡ്രീമാണ്. നമുക്കറിയാം ഒരുപാട് പേര് പുറത്തു പോയി പഠിക്കുന്നുമുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു രംഗത്ത് എഡ്യു വേൾഡ് കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് നമുക്കതിൻ്റെ ഓപ്പറേഷൻസ് ഹെഡ് നമ്മുടെ കൂടെയുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോഴ്സാണോ MBBS അബ്രോഡ്? MBBS ആക്ച്വലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ടാണ് ഇന്ത്യയിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ വിദേശത്തേക്ക് എന്തുകൊണ്ട് MBBS പഠിക്കാൻ ആളുകൾ പോകുന്നു എന്നുള്ളതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ബിക്കോസ് ഇൻ ഇന്ത്യ നമുക്ക് എല്ലാ കുട്ടികളുടെ ആഗ്രഹങ്ങൾ MBBSലേക്ക് എത്തിക്കാനുള്ള നമ്പർ ഓഫ് സീറ്റ്സ് ഇല്ല. ബിക്കോസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഉണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അവരുടെ റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ മെഡിക്കൽ പഠനം മുന്നോട്ട് പോകുന്നത്. പ്രൊഫഷണൽസിനെയും സീറ്റ്സും ഒക്കെ നിയന്ത്രിക്കുന്നത് അവരാണ്. അപ്പോൾ ഓൾ ടുഗെദർ ഇൻ ഇന്ത്യ ദ മെഡിക്കൽ സീറ്റ്സ് വിൽ ബി ലെസ് ദാൻ 1,20,000 ഓൺലി. ഈ വർഷം നീറ്റിന് അപ്പിയർ ചെയ്ത കുട്ടികളുടെ എണ്ണം 22 lakhs പ്ലസ് ആണ്. 22 ലക്ഷം കുട്ടികൾ ആസ്പിരൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് 1,20,000 ആണ്. ബാക്കി 20 ലക്ഷം പേര് എയ്തർ ദേ ചേഞ്ച് ദെയർ പ്രൊഫഷൻ ഓർ ചേഞ്ച് ദെയർ ഡ്രീംസ്. അപ്പോൾ അവിടെയാണ് MBBS എബ്രോഡ് കടന്നു വരുന്നത്. വിദേശത്ത് പോയിട്ട് നിങ്ങൾക്ക് MBBS പഠിക്കാം. വിദേശത്ത് പഠിക്കണമെങ്കിൽ എന്താണ് അഡ്മിഷൻ പ്രോസസ്സ് എന്താണ്? ഓരോ രാജ്യത്തിനും ഡിഫറെൻറ്റ് അഡ്മിഷൻ പ്രോസസ്സാണുള്ളത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും വെസ്റ്റേൺ കൺട്രീസ് ആവട്ടെ, നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആവട്ടെ, ആ രാജ്യത്തിൻ്റെതായ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും ആഫ്റ്റർ ദെയർ 12th ഗ്രേഡ്സ് എക്സാംസ്. പക്ഷേ അതില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് സാധാരണഗതിയിൽ കുട്ടികൾ MBBS അബ്രോഡിന് പോകുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ട് ആ രാജ്യത്തിന് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. ഇന്ത്യയിലെ ഒരു +2ൻ്റെ ബേസിസിൽ ഒരു കുട്ടിക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടാൻ പറ്റും എന്നുള്ള കൺട്രീസിലേക്കാണ് ജനറലി കുട്ടികളെ നമ്മൾ അയക്കുന്നത്. ഏതൊക്കെയാണ് ആ കൺട്രീസ്? മെയിൻലി ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ചൈന, ഐ ബിലീവ്. പക്ഷേ ചൈനയിൽ പിന്നെ കൊറോണയ്ക്കൊക്കെ ശേഷം ബയലാറ്ററൽ റിലേഷൻഷിപ്പൊക്കെ മോശമായതിന് ശേഷം നോബഡി ഈസ് ഗോയിങ് ദെയർ നൗ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കൺട്രീസ് റഷ്യ, ജോർജിയ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, മലേഷ്യ, ഇത്തരം രാജ്യങ്ങളാണ്. അപ്പോൾ ഈ കൺട്രീസിൽ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണോ? അതായത് ഏത് ലാംഗ്വേജ് ആയിരിക്കും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ? ഓരോ രാജ്യത്തും 3 തരത്തിലുള്ള മെഡിക്കൽ പ്രോഗ്രാംസ് ഉണ്ടാവും. ഫസ്റ്റ് അവിടുത്തെ റഷ്യനോ കിർഗിസോ ആ രാജ്യത്തിൻ്റെ ഭാഷയിലുള്ളത്. പിന്നെ ബൈലിംഗ്വൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അതായത് 3 വർഷം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുക, 3 വർഷം അവിടുത്തെ ഭാഷയിൽ പഠിപ്പിക്കുക. ദെൻ ടോട്ടലി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ നമ്മൾ കുട്ടികളെ അയക്കുന്നത് ടോട്ടലി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിനാണ്. 6 വർഷവും അവർ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കണം. ബിക്കോസ് അതാണ് NMC അനുശാസിക്കുന്ന നിയമം. അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 6 വർഷത്തെ പ്രോഗ്രാം ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കൺട്രീസിലൊക്കെ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആണ്. അത്തരം കൺട്രീസിൽ ഈ ഓപ്ഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമ്മൾ കുട്ടികളെ വിടുന്നത്. ഇപ്പോൾ ഈ കൺട്രീസിൽ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ടാവില്ല. സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ്യ എടുക്കുകയാണെങ്കിൽ റഷ്യയിൽ ഫെഡറൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഒട്ടുമിക്ക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ബൈലിംഗ്വൽ പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ഇവർ തിരിച്ചു വന്നാൽ, ഇപ്പം സപ്പോസ് ചിലവർ കുറച്ച് പേര് അവിടെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും, ചിലവർ തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വന്നാലുള്ളൊരു സിനാറിയോ എങ്ങനെയാണ് ഫോർ ഫർദർ സ്റ്റഡീസ്, ജോബ് ഒക്കെ എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആക്ച്വലി എല്ലാ വർഷവും നാട്ടിലേക്ക് തിരിച്ചു വരും വെക്കേഷന്. ഇന്ത്യയിലാണ് മെഡിക്കൽ പഠനത്തിന് വെക്കേഷൻ ഇല്ലാത്തത്, കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണ്. എബ്രോഡ് 10 months ക്ലാസ്സും 2 months വെക്കേഷനുമാണ്. ഈ കുട്ടികൾ എല്ലാ വർഷവും 2 വർഷം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരൊരു ഒബ്സർവർഷിപ്പ് ചെയ്യണം, അത് മസ്റ്റാണ്. ലൈക്ക് അവർ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്സിലോ പോയിട്ട് ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സിൻ്റെ കൂടെ അവർ ഡോക്ടറിനെ ഒബ്സർവ് ചെയ്ത് പേഷ്യൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് എക്സ്പീരിയൻസ് അതിലവർ നേടണം. അത് മസ്റ്റാണ് എല്ലാ സ്റ്റുഡൻസിനും. അപ്പോൾ ഓൾറെഡി അവർ എല്ലാ വർഷവും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിലൊരു സീനറിനെ കുറിച്ച് അറിയാനും പറ്റുന്നുണ്ട്. പിന്നീട് ആഫ്റ്റർ ദെയർ സ്റ്റഡീസ് 6 years സ്റ്റഡീസ് ഇഫ് ദേ വോണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യ, ഇവിടെ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്. ഇപ്പോൾ അത് FMG എന്നാണ് അറിയപ്പെടുന്നത്,
പക്ഷേ ഇൻ ദ നിയർ ഫ്യൂച്ചർ മേ ബി നെക്സ്റ്റ് ഇയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. അത് നെക്സ്റ്റ് എന്നുള്ള എക്സാം ആയിരിക്കും. FMG ആക്ച്വലി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം ആയിരുന്നു. ഫോറിനിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് മാത്രമുള്ള എക്സാമാണ്. പക്ഷേ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇനി വരുന്ന മാറ്റം അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ എവിടെ MBBS പഠിച്ചാലും ഈ എക്സാം കുട്ടികൾ ക്ലിയർ ചെയ്തിരിക്കണം ഓക്കെ. ഫോർ പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ. അപ്പം പൊതുവേ ഈ പുറത്ത് പോകുമ്പോൾ കുട്ടികൾക്ക് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ എങ്ങനെയാണ്? കുട്ടികളെക്കാൾ കൂടുതൽ പാരൻസിനാണ് ഭയങ്കര കൺസേൺ. ഹോസ്റ്റൽ, ഫുഡ്, സേഫ്റ്റി ഒക്കെ. അതെ. ജനറലി എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ഹോസ്റ്റൽസാണ് ഉണ്ടാവുക. പിന്നെ ഫുഡ് അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവും ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ദ ഫുഡ് ഓഫ് ദാറ്റ് പ്ലേസ്. ആൻഡ് ചില യൂണിവേഴ്സിറ്റികളിൽ 3 സ്റ്റാർ അക്കോമഡേഷനൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റഷ്യയിൽ ഫെഫു എന്ന് പറയുന്ന ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലെ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 3 സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെയാണ്. എവറി വീക്ക് ബെഡ് ഷീറ്റ്സ് വിൽ ബി ചേഞ്ച്ഡ്, ലോണ്ട്രി ഈസ് ഫ്രീ. സോ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന പോലെ കുട്ടികൾക്ക് താമസിക്കാം. പക്ഷേ പഠിക്കേണ്ടത് ഒരു MBBS സ്റ്റുഡൻസിനെ പോലെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നീറ്റ് എഴുതാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ടോ പുറത്തോട്ട് പോകാനായിട്ട് MBBS പഠിക്കാൻ? ഡെഫിനറ്റ്ലി. നീറ്റ് കുട്ടികൾ എഴുതിയാൽ ഒരു ക്വാളിഫയിങ് മാർക്സ് കിട്ടണം. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 145 ഔട്ട് ഓഫ് 720. അപ്പോഴേ ആ കുട്ടിക്ക് നീറ്റ് ക്വാളിഫൈഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചില കുട്ടികൾ നീറ്റ് ക്വാളിഫൈഡ് അല്ലാണ്ടായാലും അവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോയി MBBS കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് ലൈസൻസിങ് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഏത് രാജ്യത്താണോ അവർ MBBS കംപ്ലീറ്റ് ചെയ്തത് അവിടെ തന്നെ അവർക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ GCC കൺട്രീസിൽ വേണമെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാം എഴുതിയിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി മെഡിസിൻ എന്നൊരു ഡ്രീം ഉള്ളവർക്ക് ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇന്നുണ്ട്. ഒരുപാട് ലിമിറ്റേഷൻസ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും മറികടന്ന് അവർക്ക് വിദേശത്ത് പോയി പഠിക്കാം. ഈവൻ നമ്മൾ മുൻപേ സംസാരിച്ച പോലെ ഒരു നീറ്റ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഡോക്ടർ ആവാൻ ഉള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ബിഗ് വൈഡ് വേൾഡ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഗോ ഗ്രാബ് ഇറ്റ്.